ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളെ അമ്മേൻ്റെ അടുത്ത് പോവാട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി നമ്മൾ ചോറ് കറി വെച്ച് നമ്മളൊരു പൊട്ട് തൊട്ട് ചന്ദനൊക്കെ നല്ല വലുതാണ്, അമ്പലത്തിൽ നിന്ന് തൊട്ടതാണ്. അപ്പോൾ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോവാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ചോറ്, സാമ്പാർ, പപ്പടം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അതിന് നമ്മൾ സീവാവിക്ക് ചോറ് കൊടുക്കാൻ പോവാം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ. നമ്മുടെ ഡെക്സാ ബേബി ഇതൊക്കെ കിടക്കണം. സീവാവിക്ക് ചോറെടുത്ത് പോന്നാൽ, ചോറെടുത്ത് പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ കഴിക്കൽ ചെയ്യാം. നമ്മൾ അടുക്കള പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ ക്ലീനാക്കിയിട്ട് ചോറ് വാർത്ത് കൂട്ടി വെച്ചിരിക്കണം. അത് കൈക്കൽ ശീലയാണ് ഇതാക്കുന്ന. നമ്മളിന്ന് ഒറ്റ കറിയാണ് വെച്ചത്. ചപ്പാത്തി, ഇത് മേമയ്ക്ക് വെച്ച ചപ്പാത്തിയാണ്. മേമ അമ്പലത്തിൽ പോയതാണ്. സാമ്പാർ, ചെറിയ സാമ്പാർ. ഇത് മതി. ഇനി ഇവിടെ ആരാ അമ്മായി മേമയുള്ളൂ. നമ്മളെ സീവാവയ്ക്ക് ലേശം ചോറങ്ങോട്ട് വാരി കൊടുത്തു പോയാൽ നമുക്ക് സമാധാനത്തിൽ അവിടെ ഇരിക്കാം. ഡെക്സയ്ക്ക് 2 പിടി കൊടുക്കാം. രാവിലെ തന്നെ കുട്ടികൾ തിന്നൂല ചോറ്. കഷ്ണമൊന്നും വേണ്ട അവർക്ക്. സാമ്പാറൊന്ന് ചപ്പാത്തിക്കും കൂട്ടിയിട്ട. പപ്പടം മേമയ്ക്കും അമ്മയ്ക്കും മാത്രം പൊരിച്ച് വെച്ചോളൂ. ഞങ്ങൾ പോവാൻ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. കുഞ്ഞേ, ചോറൊന്നാ. അമ്മ താട്ട പോകൂട്ടോ. ഡെക്സ, അമ്മ താറ്റ പോട്ടെ. എന്താ ഒരു ക്ഷീണം? അങ്ങനെ സീപ്പന് കിടക്കണുണ്ടോ? അയ്യോ, തണുപ്പും പിടിച്ചൊരു തുണി എടുത്തുകൊണ്ടതിൽ കിടക്ക. ചോറൊന്നുണ്ണി, ചോറൊന്നായിരുന്നു ഒളിച്ചൊത്തിക്കാൻ കിട്ടിയ. ചോറ് തടക്കണ്ട. എന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറയേ. കൊച്ചോന്തൂലേ? ഗുഡ് മോർണിംഗ്. എന്റെ അമ്മേന്റെ കുറി കണ്ടില്ലേ? വണ്ണല തോൽമ അമ്മയ്ക്കില്ലമ്മ. ഹലോ, നമുക്ക് നമ്മളെ അമ്മ അവിടെ നിന്ന് വന്നിട്ട് സ്വൈര്യം തരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തിക്ക് ഒന്ന് കഴിച്ചു വന്നു. അപ്പൊ ഉപ്പുമാവ്, എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമാണ്. അപ്പൊ ഉപ്പുമാവും പപ്പടവും കഴിക്കുക. വൗ, അമ്മ ഇതില് ബൂസ്റ്റ് ഇടുന്നൊക്കെ പറഞ്ഞു. എന്റെ അമ്മ തന്ന ബൂസ്റ്റ് ഒക്കെ ഇട്ട് തന്നെ. കുപ്പി ക്ലാസ് എടുക്കാം എന്തെങ്കിലല്ലേ ഈ ബൂസ്റ്റ് ഒക്കെ. യൂട്യൂബിലിട്ടാണ്. അതാ അമ്മ പറയുന്ന മോൾ പറയണ്ടേ, യൂട്യൂബിലിട്ടാണ് കുപ്പി ക്ലാസ് എടുക്കുന്നത്. അമ്മ കസാലിട്ട് ഓടിച്ച് എന്താ എന്താമ്മ, ഞാൻ പിന്നെ തിന്നൂലട്ടോ. മോനപ്പുമ്മ വേണോ? എൻ്റെ അമ്മ ബൂസ്റ്റ് പാടമ്മ പാലിൻ്റെ. അമ്മ മധുരത്തിലേനിയില് പാലിന്റെ മധുരം തന്നെ ഉണ്ട്. മതി. ഓൾ എത്ര മണിയാവും അമ്മ വരാൻ? എല്ലാരും ഓഫീസിലൊക്കെ പോയോ? ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്താട്ടോ. അമ്മേൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് ഹാപ്പി. ആദ്യമൊക്കെ ഉണ്ണിയേട്ടൻ മലയ്ക്ക് പോകുന്ന സമയത്ത് എൻ്റെ അമ്മൻ്റെ അടുത്ത് വന്നിരിക്കട്ടോ. എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. മലയ്ക്കൊക്കെ ആദ്യമായിട്ട് പോയ സമയത്ത്
2 കൊല്ലം അമ്മൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ അമ്മ. എൻ്റെ അമ്മ തോന്നുമ്പോ ഞങ്ങൾ തോടി വരുന്ന ആളാ. അപ്പം എൻ്റെ അമ്മൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഓടി വരുന്നു. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് കൂട്ടിട്ട് വരില്ല അമ്മ. മക്കള് പറയും, ഇപ്പോഴും പറയും അമ്മമ്മ വരുന്നത്, വിളിക്കാൻ വരുന്നത് എന്നൊക്കെ. മോളെ എല്ലാവർക്കും ഇഷ്ടമാണ്. മോള് ടീച്ചർമാരൊക്കെ ആയിട്ട് കമ്പനിയാണ്. കോളേജിലും അങ്ങനെ. അപ്പോ കോളേജിൽ പഠിക്കുമ്പോ ടീച്ചറൊക്കെ ആയിട്ട് നല്ല കമ്പനി കേട്ടോ. താടി വെട്ടായിട്ട് ടീച്ചർ ചീത്തറിയാം. ക്രൈം സിറ്റിയിലേ ഞാൻ പഠിച്ചത്. പറയണ മിസ്സേ വാലൻസ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ വെട്ട ആരെങ്കിലും റോസ് പൂ തന്നല്ലോ ഈ താടി കണ്ടിട്ട് അറിയണ്ട. അപ്പൊ ശരി ശരി ടീച്ചർ പറയുന്ന ക്ലാസ് ടീച്ചർ പറയണല്ലോ. ചെറിയ ചെറിയ മക്കളായിരിക്കും ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ മക്കളല്ല, അവർ പഠിച്ചിട്ടില്ല അവിടെയൊക്കെ വരെ പഠിപ്പിക്കത്ത. അപ്പം പറയും കല്യാണമൊക്കെ കഴിക്കാത്ത മിസ്സുമാരായിരിക്കും. അപ്പം പറയാം പിന്നെ അവർക്ക് ബാലൻസ് ഡേ ആയിട്ട് പൂ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് എന്നൊക്കെ പറയും. വെറുതെ പറയണ താടി കട്ടയുള്ള മടിക്ക് പറയണ ചെക്ക. പെണ്ണുങ്ങൾ കണ്ട ഓടും ചക്ക. പെണ്ണുങ്ങളോട് അങ്ങോട്ട് പോകണ്ട എന്തെങ്കിലും പെണ്ണുങ്ങൾ പൂക്ക കൊടുക്കാം. അപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പം ഓൾറെഡി ഒരു പെണ്ണൊക്കെ ഉണ്ട്. ഇത് വെള്ള ചുരിദാറിൻ്റെ ചേട്ടാ. ഞാൻ ഇത് ബെൻസിൻ്റെ കല്യാണം വെച്ചു അല്ല, ഓൾറെഡി എൻ്റെ കഴുത്താണ്. അപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ തിന്ന് തീരാറായി. അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയാണ് വിചാരിക്കണെങ്കിൽ രണ്ടമ്മ മറ്റേ അച്ഛാ ലവ് യു. ഇവിടെ അമ്മ വീഡിയോയിൽ വരുന്നതാണ്. അമ്മ മുടിയൊക്കെ വാരി കെട്ടി വീഡിയോ എടുക്കാൻ നിന്ന് ഇപ്പൊക്കെ വാരി കെട്ടിക്കുക. അപ്പം അത് സുന്ദരി എല്ലാവരും കൊണ്ട് വരില്ലാണ്. വലിയ സുന്ദരി ഗോതം മൈലമ്മയാട്ടോ അമ്മ. അവളെനിക്ക് ചോറിന് കാത്തിട്ട് പപ്പടമൊക്കെ എടുത്ത് ഞാൻ മതിയമ്മ കുമ്പളക. ടാറ്റാ ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ റാഹത്തായി. അച്ഛനെ ഗ്യാസ് ആണെന്നാണ് പറയാം. നമ്മൾ മധുരക്കിഴങ്ങ് വാങ്ങാൻ നമുക്ക് ഒറിജിനൽ ഗുളികയൊക്കെ വാങ്ങാണ്ട് പറഞ്ഞപ്പോൾ ഒക്കെ വാങ്ങാൻ പറഞ്ഞ് അമ്മ നമുക്ക് പൈസ ഒക്കെ തന്നു. അങ്ങനെ ഇതിൽ അങ്ങനെ ചളിയുണ്ട്. അപ്പം നമ്മൾ തോല് അങ്ങോട്ട് കളഞ്ഞണം. തോല് നന്നായിട്ട് വൃത്തിയാക്കി കളഞ്ഞിട്ട് നമുക്ക് കണ്ട ചളി നിൽക്കണം. ഈ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ നന്നാക്കിയാൽ എന്തിൻ്റെ അറിയാം അതൊക്കെ ഇങ്ങനെ മധുരം പോകുമെന്നാണ് പറയും. അപ്പം നമുക്ക് നോക്കാം. ഞാൻ തന്നെ പോയി ഞാൻ തന്നെ മേടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അത് കരച്ചിനരി കുളിക്കാൻ വാങ്ങി. പിന്നെ അമ്മയ്ക്ക് ബ്രെഡ് റസ്ക് അതൊക്കെ വേണമെന്ന് അതൊക്കെ വാങ്ങി. അയ്യോ പൈസ ഒക്കെ അമ്മ തന്നിട്ടാ. പൈസ ഒന്നും എന്നോട് കൊടുക്കണ്ട, അമ്മൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. നമ്മൾ നല്ല വൃത്തികേടായിട്ട് ചണ്ടി പൊടിക്കണ്ടിട്ട് അതിൽ നമുക്ക് ഇതിലേക്ക് കഴുകി കുടിച്ചാൽ കഴുകി കുടിക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ മറക്കാനൊക്കെ നന്നായിട്ട് കഴിക്കാം. നമ്മളിങ്ങനെ ഇതിങ്ങനെ മുഴുവനോടെ നോക്കാം. വെള്ളം തിന്നില്ല അയ്യോ തന്നെ ബാക്കി അയക്കും. അങ്ങനെ നമ്മൾ മധുരക്കിഴങ്ങ് ഇതിലിട്ട് നമ്മൾ പുഴുങ്ങാൻ പോകും. അപ്പൊ നമുക്ക് പുഴുങ്ങിട്ട് കാണാം. ഇരുടാ അവിടെ ലൈറ്റ് വന്നിട്ട് കേട്ടോ. നമ്മള് മധുരക്കിഴങ്ങിന് വെള്ളം ഒഴിച്ച് ഉപ്പിടണ്ടേ? ഉപ്പിടാ ഞാൻ ചെയ്യട്ടെ. അവൻ കുട്ടികൾ മതിക്കില്ല. സ്കൂൾ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കുട്ടികളിലായിരുന്നു. കുടിക്കണം
നമ്മൾ ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി. നമുക്ക് ഉപ്പ് കൂടുതലാണ്. നമ്മൾ ഉടക്കണ്ണിൽ ഒന്ന് കഴുകിയിട്ട് വരാം. നമ്മൾ ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, അതിടാം. പിന്നെ നമ്മളിതാ ഉപ്പിലിട്ട കാന്താരി അത് കുറച്ച് സ്പൂണിൽ തോന്നിയിട്ട് ഇതാ കണ്ടോ. നല്ല റെഡിയട്ടെ, അതാക്കാം. നമുക്ക് ഒന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചതയ്ക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി. ചമ്മന്തി അല്ല, ഉള്ളി ലാഭം. നമ്മളെ മുതലക്കിങ് റെഡി, ചമ്മന്തി റെഡി. നമുക്ക് ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ബൈ. ഹലോ, അപ്പം നമുക്ക് ഇപ്പം മധുരക്കിഴങ്ങ് കഴിച്ചാലോ? മധുരക്കിഴങ്ങ് നമ്മളെ ചമ്മന്തി ഇവിടെ. ചമ്മന്തിക്ക് ഞങ്ങൾ ചോറിനൊക്കെ കൂട്ടിട്ടോ. എന്റെ മോൻ ഒടുക്കി ചമ്മന്തി. ചമ്മന്തി ഇതെന്താ അറിയോ? നമ്മളെ ചീരാമുളക് ഉപ്പിലിട്ട് അപ്പം കഴിച്ചാലോ? എല്ലാവരും കഴിച്ചോളിട്ട. 4 മണിയായി. ചെറുതായിട്ട് ഇവിടെ കൊണ്ടു ചെയ്തു. ഇതൊന്നും കഴിക്കില്ല, എത്രയൊന്നും കഴിക്കില്ല. പച്ചമുളക് അപ്പം ഇവിടെ വന്നോ? നേരത്തെ തന്നെയാ വെള്ളത്തില്ല. അപ്പം തിന്നല്ലേ വളരെ പച്ച എടുക്കും. നമ്മളെ ആക്കെ തിന്നത് നമ്മളെ പള്ളൊക്കെ വെച്ചിട്ട് വെക്കും. ഇത് തിന്നു കുട്ടിക്കത് വേണ്ട, ഈ ചീരമുളക് വെച്ചിട്ട് തന്നെ രസം. മഴ ഇവിടെ ഉണ്ട്. കുട്ടികളൊക്കെ വരുമ്പോൾ മഴ ഉള്ളൂ. മഴ ഉള്ളണ്ടാലോ